തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി. എന്നാ രാജാ, എന്നാ വേണ്ടേ? പാടന്നേ. ഫാൻ കുറയ്ക്കണോ? വെള്ളം വേണോ? കർത്താവിനറിയാം എന്നതാണാവോ വേണ്ടേന്ന്. ഇതായിരുന്നോ? പിരിച്ചിട്ടുണ്ട്. മതിയാ, പേടിക്കണ്ടാ. വിശപ്പ് വന്നിരിക്കും. അപ്പൻ്റെ ആഗ്രഹം പോലെ കിത്ത് കൊണ്ടുവന്നിരിക്കും. പിന്നെ കല്ലറ, 1.5 കല്ലറ പണിയും. സന്തോഷമായി അപ്പൻ്റെ ഈ മോനാ പറയാം. സമാധാനമായിട്ട് ടെൻഷനാവും. കിട്ടോ? ആ, നീ ഇതെവിടെയായിരുന്നു? കുറേ നേരമായിരുന്നു. അതെ, കണ്ണങ്കേരി തമ്പി തന്നാ സദ്യക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ. ഇത് കുറേ ഉണ്ടല്ലോ. ഏതായാലും കല്ലറയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കി കുറച്ച് കാശില്ലേ, അതെടുത്ത് കൊടുക്ക്. ബാക്കി നാളെ വൈകുന്നേരത്തേക്ക് എത്തിക്കാന്ന് പറ. അത് പിന്നെ ബിഷപ്പ് കുർബാനൊക്കെ വന്ന കാര്യം സംശയം കേട്ടാ. ക്യാഷ് ഇറക്കേണ്ടി വരും. എനിക്കൊരു ഐഡിയ. പാലക്കല വല്യച്ഛനൊന്ന് വിളിച്ചാലാ? അത് പറ്റില്ല. ബിഷപ്പ് തന്നെ വേണം. പുള്ളി ഒരുപാട് ആഗ്രഹിച്ചല്ലടാ, അല്ലെങ്കിൽ ആത്മാവ് മേലോട്ട് പോകില്ല. ഏതായാലും പള്ളിക്ക് 3 ലക്ഷം തുമ്മി വക. ഞാൻ പള്ളി പോകുന്നു. അതെങ്ങനെയാടാ? രാവിലെ ഡോക്ടർ വന്നിരുന്നു. 2 ദിവസം തയ്ക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കിടക്കേണ്ടതൊന്നും അല്ല തുമ്മിച്ചൻ. അയാളുടെ ആയ കാലത്തെ ഈ പറമ്പിൽ കാല് കുത്താൻ പറ്റാത്ത യുമാരാ ഇപ്പൊ ഈ തിണ്ണ കയറി നിരങ്ങി നടക്കുന്നത്. അത് കളാ. അപ്പൻ്റെ മരിച്ചടക്കല്ലോ അടിയന്തരത്തിൽ നമ്മളത് തീർക്കും. ബിഷപ്പിന്റെ കുർബാന, ഈ നാട്ടിൽ മുളച്ചു വന്ന പുത്തൻ മണക്കാരുടെ കല്ലറയ്ക്കൊപ്പമുള്ള കല്ലറ, 2000 പേർക്കുള്ള സദ്യ. കുറുപ്പന്തറ തുമ്മി മേപ്പോട്ട് പോകുമ്പോ ഈ നാട് അറിയണം. നമ്മുടെ മെമ്പറിനെ വിളിച്ചിട്ട് കിട്ടില്ലല്ലോ. എപ്പോൾ വിളിച്ചാലും അയാളൊന്നും കിട്ടിയില്ല. ആണോ? ആ, എന്നാ ഞാൻ അവനൊന്നും. പിന്നെ എന്റെ നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ സുനിയുടെ BSNL ട്രൈ ചെയ്താൽ മതി. തൊമ്മിയഞ്ചൻ എത്ര പൈസ ഉണ്ടാവും? 90 കഴിഞ്ഞു. നാട് വിറപ്പിച്ച ആളാ. കൊടിയും പിടിച്ച് പറമ്പിലെ പണിക്കാർ വന്നപ്പോ കയ്യിലുള്ളെല്ലാം പോയി. ചത്തു കഴിഞ്ഞ അപ്പനെ കുറിച്ച് ആലോചിക്കുമ്പോ അങ്ങേരുടെ കൊള്ളരുതായ്മയൊന്നും ആർക്കും ഓർമ്മ വരും. കണ്ണില് ഗംഭീരം മരിച്ചടക്കല് വരണം, വായില് നല്ല രുചിയും. കാശലവുണ്ട്. കോട്ട കയറുന്ന പിന്നെ മൂജാനാണ്. പോവല്ലേ? ഇത്ത പേടിച്ച് 1977 12 ബാരൽ. ഇങ്ങനെ എത്ര പേര് പേടിച്ചിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും. ഗംഭീര സാധനല്ലോ. കാലന്റെ സായിപ്പ് രൂപം. ഇത് ത്രിപുടി, നമ്മുടെ ചേലപ്പറയിലെ കൊക്കിമൂപ്പനില്ലേ, പെങ്ങടെ മോനാ. ഡയന. ഈ കാട്ടിലും നാട്ടിലും പൊട്ടുന്ന വെടിയും ഡൈനാമിറ്റും എല്ലാം ഉണ്ടാകുന്ന ഡൈനാമിറ്റ് ബഷീർ. അടിയൊന്നും വിട്ടുപോയില്ല. അടി വിട്ടാൽ താഴെ ഉണ്ടാവും. സൂക്ഷിച്ചു കിട്ടും. ചേട്ടാ ചേട്ടാ, കൈസറിനോളെ കൈസറിനെ
ഇത് മൊത്തം അവന്റെ ഐറ്റം ആണല്ലോ. ദേ, പച്ചക്കുപ്പി ഇന്നമ്മ വിളിക്കും മോനെ. നിനക്കെന്താടാ പ്രേമാണ് അവനോട്? ഭ്രാന്ത്. എടാ അവനൊരു സംഭവമില്ലടാ. എല്ലാവന്മാരും കൂടെ തീർക്കാൻ നോക്കിയല്ലേ, എന്നിട്ട് എന്തായി? നല്ല അന്തസ്സായിട്ട് സർക്കാർ ജോലിയൊക്കെ കിട്ടി. എങ്ങനെയുള്ളല്ലേ, 4 കാലില്ല, നിന്നെ പോലെ അല്ല. ചുമ്മാ ഇല്ലടാ. പ്രശ്നമാവോ? പ്രശ്നങ്ങളൊക്കെ ഗർഭത്തിലേക്ക് കലക്കുന്ന ആളാ മിഥുൻ സാർ. അങ്ങനെ നോക്കിക്കോളൂ. പേടിയുണ്ടല്ലേ നിനക്ക് മാത്രമല്ല വണ്ടിക്കും. കറക്കണ കണ്ടില്ലേ? വണ്ടിനെ പറഞ്ഞു. എങ്ങോട്ടാ? മിഥുൻ സാർ പറഞ്ഞിട്ടാ. സാറ് മേലുണ്ട്, ചെല്ലി. ആ സാറേ, പാമ്പായിരിക്കും. സാറ് ബേജാറാക്കണ്ട സാർ, അനതിപ്പോ മുങ്ങിച്ചോ? എന്ത് പോക്കത്തിനോടെ കാണിക്കുന്നത്? ഇയാളൊക്കെ ആരെ വിളിച്ചോന്ന് ഒന്ന് മാറി. മാറി നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, സാധനം തന്നെ കയറും. നിങ്ങൾക്ക് ജന്മന അങ്ങനെ ഒരു കഴിവുണ്ട്. പണിക്ക് പറ്റൂടോ ഇയാളെ? ഇയാള് മൊത്തം നന്മയാണല്ലോ. പഴയ കൊമ്പനാണ് സാറേ, ഇപ്പത്തിരി ക്ഷീണാണെന്നുള്ളൂ. നിങ്ങൾ ഈ വഴി പോകണ്ട. ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. പൊണ്ണമ്മല വഴി പിടിച്ചോ. സെറ്റല്ലേ? കാച്ചൂല നമ്മളിന്ന്. പിന്നല്ലാതെ കക്ഷികളെ വിടത്തി. Mustard Chef. Mustard Chef. ഒത്തിരി വന്നിട്ടുള്ള MLA ആണ്, ജയിച്ച ജില്ല എന്നുള്ള മന്ത്രി, പാർട്ടിയിൽ ശക്തനായി വളർന്നുകൊണ്ടിരിക്കുന്ന നേതാവാണ്. ഡവന്മാരില്ലേ, മിഥുനും അനന്തവും രഘുവിന്റെ അട്ടത്തും വലതുമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളനിയിൽ കുറെ തമിഴന്മാരെ കുടിയേറിയാണ്. അതിലൊരാളുടെ മകനാണ് ഈ മിഥുൻ. ആ കുഞ്ചാക്കോ ഭവനെ പോലിരിക്കണ കണ്ട, അവനാണ് അനന്തു. അവൻ കോളനിക്ക് പുറത്തുള്ളവനാ. ഇവന്മാർ രണ്ടും സ്കൂള് മുതലേ ഒരുമിച്ചാണ്, ചങ്കാണ്. കോളേജ് രാഷ്ട്രീയത്തിനിടയിലാണ് രഘു ഇവന്മാരെ പൊക്കണത്. ഈ മിഥുൻ അയാളുടെ മസിലാണെങ്കിലേ അനന്തു അയാളുടെ ബുദ്ധിയാണ്. ഇപ്പോഴല്ലോ ഒന്ന് വന്നത്. എപ്പോ ഒന്ന് പോയടാപ്പാ, 4 പെഗ് കൊണ്ട് 16 പേര് അങ്ങനെ തന്നോളൂ. പോയി അവിടെ അങ്ങനെ പോയി നക്ക്. പോത്ത് പോവുകയാണല്ല. ഏടാ അതയാക്കടെ അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് പോത്ത് കച്ചവടമാണ്. എടാ ഈ മിഥുനന്തുല്ലേ, രഘുവിന്റെ പുതിയ കട്ടകളാണ്. അമ്മാതിരി പണികളാണ് അവന്മാർ ചെയ്യണത്. എന്ത് പണി? പണിയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടോ? നീയൊക്കെ ഇട്ടാവട്ടത്ത് കളിക്കുന്ന കോലുകുത്തിക്കളി അല്ലത്. എടാ അവന്മാർ ഈ അടുത്തതൊരു പണി എന്താ നിങ്ങൾക്കറിയോ? ഒഴിക്കടാ ഒരെണ്ണം, എനിക്കും കൂടെ ഒരെണ്ണം. എടാ ഈ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥാനാർത്ഥി ചിലവാക്കിയ കംപ്ലീറ്റ് പൈസയുടെ കണക്ക് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കാണിക്കണം. ഇത് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും കമ്മീഷന് അസാധുവാക്കാൻ പറ്റും. പോത്തിരവൻ്റെ പാർട്ടിയിലെ ഫൈസൽ അലി, അയാൾക്ക് ഈ ചെയർമാൻ കസേരയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. അയാൾ രഘുവട്ടൻ റിപ്പോർട്ട് കളക്ടറേറ്റിൽ ഒരു ക്ലർക്കിനെ സ്വാധീനിച്ച് നൈസായിട്ട് പൂഴ്ത്തി. അയാൾക്ക് ഇതുവഴി ചെയർമാനാകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഈ അനന്തുല്ലേ, അവൻ ഇത് കൃത്യസമയത്ത് മണത്തറിഞ്ഞ്. ഏത്
ആ കളക്ടറേറ്റിൽ പോയി സംശയം തീർത്ത് മിഥുനെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ല. റിപ്പോർട്ട് എവിടെടാ? ഏത് റിപ്പോർട്ട്? എനിക്കറിയില്ല. സംഭവം മനസ്സിലായി. ഇനി സാധനം എവിടാന്നുള്ളതാണ് വിഷയം. സത്യമായിട്ട് എനിക്കറിയില്ല. ആ രഘുവേട്ടൻ പോലും അറിയാതെ മുഖ്യ റിപ്പോർട്ട് അവന്മാർ പൊക്കി. സമയം തീരുന്നതിന് മുന്നേ കളക്ടറേറ്റിൽ എത്തിച്ചു. എടാ അങ്ങനെയാണ് ഈ രഘുവേട്ടൻ ചെയർമാനാകുന്നത്. താൻ കുറെ നേരമായല്ല അവന്മാരായിട്ട് വാഴ്ത്തിക്കൊണ്ടിരിക്കണ്. എടാ നിനക്ക് അവിടെ കലിപ്പാണെങ്കിലും നിന്റെ പെങ്ങക്കല്ല മതിപ്പാണല്ലോ. അങ്ങോട്ട് നോക്കണം നീ. ചുണയുണ്ടെന്ന് നീക്ക് പോയി ചോദിക്കണേ. അവനായിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവനെ അങ്ങോട്ട് പൊളിച്ചാലാ. താനെന്തോ കല്യാണ വീട്ടിൽ കിടന്നെന്തോ ഷോ കാണിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ പിള്ളേരൊക്കെ വലുതായിട്ടോ. ഇനി തന്റെ ഷോ ഒന്നും അധികം വേണ്ടാട്ടാ. കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കി മാറി നിക്കടാ. എന്റെ പെണ്ണെ കിട്ടുണ്ടാക്കണ എന്തിനാ? നിനക്കുള്ള പണി ഞാൻ തരൂടാ. പട്ടിഷ്വാടത് നിന്റെ അടുത്ത് വലുതും പറഞ്ഞാ ചുമ്മാ അലമ്പുണ്ടാക്കാനായിട്ട് മനുഷ്യൻ ഓണം കിട്ടാണ്ടവൻ. എടാ എന്താണ് മനുഷ്യനെ മനസ്സമാതോടെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂടാ ദ്രോഹികളെ. എഴുന്നേറ്റ് പൊക്കിയാണ് അവിടുന്ന്. പെണ്ണ് കേസറാ. ഞാനേ അയ്യേ ഇനിയിപ്പൊ അവളെങ്ങനെ എന്നെ നോക്കിയാ? നോക്കിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ടോ അവള്? എന്താ കുഴപ്പം? കൊള്ളാലോ.
ഏ നമ്മളൊന്നും അത്ര ബോറല്ലല്ലേ? ഏ എന്താടാ എന്താണ് നിന്റെ മുഖത്തൊരു മാറ്റം? എന്താണ് നിനക്കൊരു നാണമൊക്കെ? എടാ അയ്യേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പോ. ഒന്ന് വലിക്കാം. ആ എന്താടാ ചേച്ചി 2 ലൈറ്റ്സ് സോഡാ സർബത്ത്. കേട്ടോ? ഇപ്പൊ എടുക്കാട്ടാ. നിങ്ങളിത് എവിടെയായിരുന്നു? എടാ എന്താ കല്യാണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയണ്ടല്ലോ. ചേട്ടൻ സർബത്തടി. ആ അതിൻ്റെ ഒരു വിഷമം അതുകൊണ്ട് ചോദിച്ചാൽ. ആ മുതേ അല്ല സർബത്ത് എത്ര 2 3? 3. ആ എന്തുപോലാടാ? ജയനെ മരിച്ചിട്ടുള്ളൂ, ജയിക്കും ഇവിടെ ഉണ്ട് കേട്ടാ.